അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൊന്നു മുഅ്മിനീങ്ങളെ, ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോ കുറെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. പിന്നെ പണ്ഡിതന്മാർ ഒരു വിഷയത്തിൽ നമ്മുടെ ഒരു തീരുമാനം പറഞ്ഞാൽ, എ പി സമസ്തയോ ഇ കെ സമസ്തയോ ഒരു തീരുമാനങ്ങൾ പറഞ്ഞാൽ അത് പിന്നെ ആധികാരികമാണ്. അത് പണ്ഡിതന്മാർ പറയുന്നത് നാം സ്വീകരിക്കൽ നമുക്ക് നിർബന്ധമാണ്. അത്തിയുല്ലാഹു വഅത്തിയുർ റസൂല ഉലിൽ അംരി മിൻകും എന്നാണ് പറഞ്ഞത്. അപ്പോ അള്ളാഹിനെ പിൻപറ്റുക, അള്ളാഹിന്റെ റസൂലിനെ പിൻപറ്റുക, നിങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരെ നിങ്ങൾ പിൻപറ്റണം. അത് ഓരോ മുഅ്മിനിനും ബാധ്യതയാണ്, ഓരോ മുഅ്മിനിന്റെ കടപ്പാടാണ്. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോ പണ്ഡിതന്മാർ ഒരു കാര്യം പറഞ്ഞാൽ മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ അത് മാറി നിന്നേ പറ്റൂ. നമുക്ക് നോക്കാം, ഈ ത്വരീഖത്ത് സ്വഹിയാണെങ്കിൽ, മുറബ്ബിയായ ഒരു ഷെയ്ഖ് ആണെങ്കിൽ, ആ മുറബ്ബിയായ ഷെയ്ഖിന്റെ മക്കൾ, അതായത് മുറബ്ബിയായ ഷെയ്ഖിനെ ബയ്യത്ത് ചെയ്ത മുരീദന്മാർ, തീർച്ചയായിട്ടും അവരുടെ ജീവിതം നല്ല സംശുദ്ധമായിരിക്കും. തെറ്റുകൾ ഉണ്ടാവൂല, മറ്റാളെ ചെറുതാക്കൂല, കുറ്റപ്പെടുത്തൂല, കുറവാക്കൂല. അവൻ പക വീട്ടാനുള്ള ഒരു മനോഭാവത്തിൽ കച്ചകെട്ട് ഇറങ്ങൂല. ആ നിലക്കുള്ള കളവ് പറയൂല, ഗീബത്ത് പറയൂല, നമീമത്ത് പറയൂല, പരദൂഷണങ്ങൾ ഉണ്ടാവൂല, ഇബാദത്തുകൾ അധികരിപ്പിക്കും, ദിക്റുകളും മറ്റുള്ള എല്ലാ കാര്യത്തിനും നല്ല ഉഷാറായിരിക്കും, മറ്റുള്ളവന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുരീദന്മാരിൽ നിന്ന് കണ്ടാൽ ആ തരീഖത്ത് ചിലപ്പോ സ്വഹിയാണെന്ന്